പുസ്തകത്തിൽ പറയുന്നു, യേശു വന്നത് മറിയെന്ന ഒരു കന്യകയിലൂടെ ബേത്ലഹേമിൽ ജനിച്ചു. എന്നാൽ ഇവിടുന്ന് പോയത് യേശു ക്രിസ്തു അക്ഷരാർത്ഥത്തിൽ തന്റെ ശിഷ്യന്മാരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒലിവുമലയുടെ മുകളിൽ നിന്ന് അവർ സ്വർഗാരോഹണം ചെയ്യുവാനിടയായി. സ്വർഗാരോഹണം ചെയ്ത സമയത്ത് യേശു പറഞ്ഞു, ഞാൻ ഒരു പ്രാവശ്യം കൂടെ വരുവാൻ പോവുകയാണ്. ആ വരവ് ഈ ഭൂമിയിലേക്ക് വരത്തില്ല, മധ്യാകാശം വരെ വരത്തുള്ളൂ. ആ സമയത്ത് ഒരു വലിയ സംഭവം, ലോകത്തിൽ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു മഹാസംഭവം ഉണ്ടാകുവാൻ പോവുകയാണ്. അതാണ് ക്രിസ്തീയ പ്രത്യാശ എന്ന് പറയുന്നത്. യേശു ക്രിസ്തു പറഞ്ഞു, ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിന് ഞാൻ പോകുന്നത് പോലെ വേഗം മടങ്ങി വരും. യേശു ക്രിസ്തു രണ്ടാമതും വരാൻ പോവുകയാണ്. ഒന്നാമത് വന്നതിന്റെ സെലിബ്രേഷനാണ് നാം കൊണ്ടാടുന്നതെങ്കിൽ രണ്ടാമത് വരുന്നതിന് വേണ്ടി ഇവിടെയുള്ള എത്ര പേര് ഒരുങ്ങിയിട്ടുണ്ടെന്ന് ഈ സമയത്ത് നാം ചിന്തിക്കണം. ഒന്നാമത് വന്നത് നമുക്ക് സന്തോഷമാണ്, ആഘോഷമാണ്. എന്നാൽ രണ്ടാമത് വരുന്നത് ഒരു കൂട്ടർക്ക് സന്തോഷവും ഒരു കൂട്ടർക്ക് ദുഃഖത്തിനും കാരണമാകുവാൻ പോവുകയാണ്. അതിനെക്കുറിച്ച് നിങ്ങൾ തിരിച്ചറിയാം. കാരണം എല്ലാവരെയും ചേർക്കുവാൻ വേണ്ടിയല്ല യേശു ക്രിസ്തു വരുന്നത്. ഞാനിപ്പോൾ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. ഇവിടെ ദൂതന്മാർ യേശുവിന്റെ വരവിന് മുമ്പേ ഘോഷിക്കപ്പെട്ട ഒരു കാര്യമുണ്ട്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുകയാണ്. ഭയപ്പെടേണ്ട, യേശു ക്രിസ്തു എന്ന രക്ഷിതാവ് അവിടെ ജനിച്ചിരിക്കുന്നു. ഇവിടെ ഒബാമയുടെ കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞതിന്റെ കാരണം, അദ്ദേഹം ഈ ഇന്ത്യ സന്ദർശിക്കുവാൻ വന്നത് ഈ രാജ്യം ഒന്ന് കാണാനോ അല്ലെങ്കിൽ ഇവിടെ ഒരിക്കൽ അത്താഴത്തിൽ പങ്കെടുക്കാനോ ഇവിടുന്ന് കരകൗശല വസ്തുക്കൾ ഒബാമയുടെ ഭാര്യ വാങ്ങിച്ചതായിട്ട് നമ്മൾ പത്രത്തിൽ വായിച്ചു. അതിനൊന്നും അല്ല ഇവിടെ വന്നത്. അതിനപ്പുറത്ത് ഒബാമ ഇവിടെ വന്നിട്ട് പോയത് എന്തിനാണെന്ന് ഞാൻ ആ ദിവസം ചിന്തിച്ചപ്പോൾ അദ്ദേഹം വലിയ പ്രസംഗങ്ങളോട് നടത്തുവാനിടയായി. തെരുവുകളിലല്ല, അദ്ദേഹം പ്രത്യേക ഒരുക്കപ്പെട്ട സ്ഥലങ്ങളിൽ പ്രസംഗങ്ങൾ നടത്തുവാനിടയായി. മറ്റൊന്നാൽ ഇന്ത്യക്ക് ഒരുപാട് സാധ്യതകൾ തുറന്നു തരുവാനിടയായി. ബിസിനസ് സാധ്യതകളും മറ്റുമൊക്കെ ഇന്ത്യക്ക് തുറന്നു തരുവാനിടയായി. ഈ ഒബാമ വന്നിട്ട് പക്ഷെ ഇവിടെ വന്നപ്പോൾ ഇവിടെ ഇന്ത്യയിലുള്ളവരോട് ആരോടും പറഞ്ഞില്ല. ഇന്ത്യയിലുള്ള അമേരിക്കയിൽ പോവുക എന്ന് പറയുന്നത് സത്യത്തിൽ ഒരു സ്വപ്നം തന്നെയാണ്. അമേരിക്കയിൽ പോവുക എന്നുള്ളത് സകല ആൾക്കാരുടെ ഹൃദയത്തിൽ ഒരു കൊച്ചു സ്വപ്നമാണ്. ഒരു പ്രാവശ്യമെങ്കിലും അമേരിക്കയ്ക്ക് ഒന്ന് പോകുന്നത്. പക്ഷേ ഈ ഒബാമ ഇവിടെ വന്നപ്പോൾ ആരോടും പറഞ്ഞില്ല, നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയ്ക്ക് വരുവാൻ ആഗ്രഹിക്കുന്ന